വളരെ കുറഞ്ഞ സിനിമകളിലൂടെ മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായി മാറിയ ആളാണ് ബ്ലസ്സി. സംവിധായകൻ പത്മരാജന്റെ അസിസ്റ്റന്റായി തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലൂടെയാണ് ബ്ലസ്സി സിനിമാ ലോകത്തെത്തിയത്. പത്മരാജന്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. മമ്മൂട്ടിയെ നായകനാക്കി 2004 പുറത്തിറങ്ങിയ കാഴ്ച എന്ന ചിത്രത്തിലൂടെയാണ് ബ്ലസ്സി സ്വതന്ത്ര സംവിധായകനായി കടന്നുവരുന്നത്. ശേഷം തന്മാത്ര, പളുങ്ക്, ഭ്രമരം, പ്രണയം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി, മോഹൻലാൽ എന്നീ താരങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും ബ്ലസ്സിക്ക് സാധിച്ചിരുന്നു. 21 വർഷത്തെ കരിയറിൽ വെറും 7 സിനിമകൾ മാത്രമാണ് ബ്ലസ്സി സംവിധാനം ചെയ്തത്. 3 തവണ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടാൻ ബ്ലസ്സിക്ക് സാധിച്ചു. അവസാനമിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയും നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരുന്നു. ഒരിക്കൽ മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ ബ്ലസ്സിയെ കുറിച്ച് പറഞ്ഞത്, സംവിധായകൻ പത്മരാജന്റെ അനുഗ്രഹം കിട്ടിയ എഴുത്തുകാരൻ എന്നായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ബ്ലസ്സി. ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഭ്രമരം എന്ന സിനിമയുടെ തിരക്കഥ വായിച്ച് കേൾപ്പിച്ചതിനു ശേഷം ലാലേട്ടൻ എന്റെ കൈക്ക് പിടിച്ച് ഒരു ഉമ്മ തന്നു. എന്നിട്ട് എന്നോട്, പത്മരാജൻ സാറിന്റെ അനുഗ്രഹം കിട്ടിയ എഴുത്തുകാരനാണ് നിങ്ങൾ എന്ന് പറഞ്ഞു. അത് അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അത് ശരിക്കും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എനിക്കും അതൊരു അനുഗ്രഹമായി തന്നെയാണ് തോന്നിയത്. പ്രത്യേകിച്ചും ഭ്രമരം സിനിമയിലെ ചില സീക്വൻസുകൾ എഴുതുന്ന സമയത്ത് അപ്പോൾ സാറിനെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എനിക്കും തോന്നിയിട്ടുണ്ട്, ബ്ലസ്സി പറഞ്ഞു.